കുപ്രസിദ്ധമായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി ക്രൈസ്തവരെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയ അമേരിക്കയിലെ ഐഡാഹോ സ്വദേശി അലക്സാണ്ടർ സ്കോട്ട് പോലീസ് പിടിയിൽ. സമീപത്തുള്ള ദേവാലയത്തിൽ ക്രൈസ്തവരെ വകവരുത്തി ദേവാലയം അഗ്നിക്കിരയാക്കിയതിനു ശേഷം ഒരു കാറിൽ രക്ഷപ്പെട്ട് സമീപ പ്രദേശത്തെ മറ്റ് ദേവാലയങ്ങളിലും ഇങ്ങനെ ചെയ്യാമെന്നായിരുന്നു അയാൾ കണക്ക് കൂട്ടിയിരുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പിതാവിന്റെ കൈകൾ ബന്ധിക്കുകയും മാതാവിന്റെ വായിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയും ചെയ്ത ശേഷം വീട്ടിലുള്ള തോക്ക് കൃത്യം നടത്താൻ വേണ്ടി സ്വന്തമാക്കാമെന്നും പ്രതി കണക്ക് കൂട്ടിയിരുന്നു. 17ാമത്തെ വയസ്സിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെ വിദേശ തീവ്രവാദ സംഘടനകൾക്ക് പണം നൽകാൻ ശ്രമം നടത്തിയതോടെ സ്കോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനുശേഷം തീവ്രവാദികളെന്ന രീതിയിൽ ആൾ മാറാട്ടം നടത്തിയ FBI ഉദ്യോഗസ്ഥരുമായും ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. തൻ്റെ മാതാപിതാക്കൾ അടിയുറച്ച ക്രൈസ്തവരും യാഥാസ്ഥികരുമാണെന്നും ഒരു മുസ്ലിം ആയിരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച് തന്നെ അടിച്ചമർത്തുകയാണെന്നും ഇയാൾ അന്ന് വെളിപ്പെടുത്തി. കൂടാതെ ഇസ്ലാമിന് വേണ്ടി തനിക്കൊരു രക്തസാക്ഷിയായി തീരണമെന്ന ആഗ്രഹവും സ്കോട്ട് പ്രകടിപ്പിച്ചതായി അധികൃതർ പറയുന്നു. രാജ്യത്തിന്റെ ഭീകരവാദ പട്ടികയിലുള്ള സംഘടനയ്ക്ക് സഹായം നൽകാൻ ശ്രമിച്ചുവെന്ന കുറ്റമാണ് അലക്സാണ്ടറിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇത് തെളിഞ്ഞാൽ 20 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കും.